ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സ്വയം വിമർശനപരമായ പരിശോധനകൾ നടത്തി കൃത്യമായ കാഴ്ചപ്പാടിലേക്ക് എത്തും എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി പരാജയം വിലയിരുത്തിയ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം പറഞ്ഞത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പിഴവ് പറ്റിയെന്ന CPIM അവലോകന റിപ്പോർട്ടിലുണ്ടായിട്ടും തെറ്റുതിരുത്തേണ്ടത് പാർട്ടി വിട്ടവരെന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ വൈരുദ്ധ്യങ്ങളില്ലേ? പാർട്ടിയുടെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി പാർട്ടിയിൽ നിന്നും പുറത്തുപോയി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ വർഗവഞ്ചകർ എന്നാണ് പാർട്ടി സെക്രട്ടറി വിളിച്ചിരിക്കുന്നത്. പോയവർക്ക് തിരുത്തി മടങ്ങിവരാമെന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ പ്രതികരണത്തിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി നടത്തിയ വർഗവഞ്ചക പ്രയോഗത്തിന് ഇന്ന് G സുധാകരൻ നൽകിയ മറുപടി അല്പം കടുത്തതാണ്. വർഗവും വർഗവഞ്ചനയും തിരിച്ചറിയാത്ത പാർട്ടി സെക്രട്ടറി ഉടൻ കസേര ഒഴിയണമെന്നാണ് G സുധാകരൻ ആവശ്യപ്പെടുന്നത്. പാർട്ടിക്ക് പിഴച്ചുവെന്ന സ്വയം വിമർശനത്തിൽ എന്തിന് TK ഗോവിന്ദനും EV കുഞ്ഞിരാമനും തിരുത്തണം? നേതാക്കൾക്കടക്കം പാർലമെന്ററി വ്യാമോഹമെന്ന വിലയിരുത്തലിലേക്ക് എത്തിയ പോളിറ്റ് ബ്യൂറോ സംസ്ഥാന കമ്മിറ്റി അവലോകന റിപ്പോർട്ടിനെ അപ്പാടെ അംഗീകരിച്ചിട്ടുമില്ല. തിരുത്തൽ രേഖയുമായി കേന്ദ്ര കമ്മിറ്റി ചേരാനിരിക്കെ ആരാരെ തിരുത്തും? താഴെത്തട്ടിൽ നിന്ന് വന്ന വിമർശനങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നവർ നേതൃത്വത്തിൽ തുടരുമ്പോൾ ആരാണ് തിരുത്തപ്പെടുക? എന്നതാണ് ചോദ്യം. രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ NV ബാലകൃഷ്ണൻ, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ A സജീവൻ, ശ്രീ പ്രമോദ് പുഴങ്കര എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ ജയചന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ M ജയചന്ദ്രൻ, ഈ വർഗവഞ്ചകൻ പ്രയോഗം ആർക്ക് യോജിച്ചതാണ്? ഇതിലുള്ള ഒരു പ്രശ്നം, കാതലായ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് വർഗവഞ്ചകൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നേതാക്കൾ നടത്തുമ്പോൾ അതിനെ അധികരിച്ച് ഒരു ചാനൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചർച്ച നടത്തുമ്പോൾ അതിന്റെ പ്രത്യയശാസ്ത്രപരമായ ഈ ആഴം, പരപ്പ് ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റുന്ന വേദിയല്ല ഒരു ചാനലിന്റെ വേദി എന്ന് പറയുന്നത്. അത് വളരെ പെരിഫറലായിട്ടുള്ള ചില കാര്യങ്ങൾ ഊന്നി നിന്നുകൊണ്ടുള്ള ചർച്ച നടത്താമെന്നുള്ളതിൽ കവിഞ്ഞ് ഒരു കാര്യകാരണ സഹിത ആഴത്തുള്ള ചർച്ച ഇവിടെയല്ല നടക്കേണ്ടത്. ഇപ്പൊ CPMനെ സംബന്ധിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. CPM ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളത് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ്. എന്നാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മാത്രമാണോ? അല്ല. സ്റ്റേറ്റ് കമ്മിറ്റി മുതൽ താഴേക്ക് ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റികൾ വരെ അവരുടെ സംഘടനാ തലത്തിലുള്ള കേരളത്തിലെ എല്ലാ കമ്മിറ്റികളിലും ഈ പ്രശ്നങ്ങൾ അവരാലാവും വിധം ഒരു റൗണ്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അടുത്ത റൗണ്ട് ചർച്ചയ്ക്കായി പിന്നെ ആദ്യത്തെ റൗണ്ടിലെ നിഗമനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് റിപ്പോർട്ടാക്കുകയും അത് താഴെ ബ്രാഞ്ചിൽ വരെ അയച്ചു കൊടുത്ത് അവിടുത്തെ ചർച്ചകൾ ഇപ്പോൾ മുകളിലേക്ക് വന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിന് ഓഗസ്റ്റ് മാസത്തിൽ പിന്നെ ഒരു വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കൂടുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കമ്മിറ്റിയിലാവും അത് സംബന്ധിച്ച് വ്യക്തമായൊരു നിലപാടിലേക്ക് CPM എത്തുക. അതിനുശേഷമാണ് അതൊരു പൂർണ്ണമായ റിവ്യൂ റിപ്പോർട്ടായിട്ട് വരിക. അതിന്റെ അകത്ത് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളല്ല CPMനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ അതിൽ മുഴുകാനുള്ള താല്പര്യം ആ പാർട്ടിക്കില്ല എന്നൊരു തെളിവാണ് നേതാക്കൾ 2 ദിവസമായി സംസാരിക്കുന്നത്. സ്വാഭാവികമായും CPMൽ നിന്ന് പിന്നെ പിരിഞ്ഞുപോയ ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെയും ഗോവിന്ദന്റെയും TK ഗോവിന്ദന്റെയും കാര്യത്തിൽ അവർക്ക് നടപടിയെടുത്താണ് അവരുടെ പേരിൽ. G സുധാകരന്റെ പേരിലാണെങ്കിൽ അദ്ദേഹം സ്വയം പിരിഞ്ഞു പോവുകയായിരുന്നു. അത്തരക്കാരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യവും നിലപാടുകളും ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തിനും നിലപാടിനും അധിഷ്ഠിതമായി അഭിപ്രായം പറയാൻ കഴിയുന്ന ജീവിതമോ രാഷ്ട്രീയ പ്രവർത്തനമോ നേതൃപദവി വഹിക്കുന്നവരല്ല ഇപ്പോ താങ്കൾ സൂചിപ്പിച്ച MV ഗോവിന്ദനാണെങ്കിലും ആൾക്കാരാണെങ്കിലും. കാരണം ഒരു പ്രധാന ഇപ്പോ സ്മൃതി തന്നെ പല ചർച്ചകളിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. CPMമാർ വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് CPM ഈ ചർച്ചയ്ക്ക് ആളിനെ അയക്കുന്നില്ല? പ്രധാനപ്പെട്ട ചർച്ചയല്ലേ, CPM മറുപടി പറയാൻ ബാധ്യസ്ഥരല്ലേ എന്നുള്ളതാണ് താങ്കളുടെ ന്യായമായ ചോദ്യം. ആ ചോദ്യം അന്യായമാണ് എന്ന് പറയുന്നില്ല, അങ്ങനെ പറയാനും കഴിയില്ല. പക്ഷേ CPMൽ നിന്ന് അയക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ CPM ചുമതലപ്പെടുന്ന ഒരു പ്രതിനിധിയെ സംബന്ധിച്ചോളം വേറൊരു വലിയ വ്യത്യാസമുണ്ട്. സ്വന്തം താല്പര്യങ്ങളെക്കാൾ, എൻ്റെ താല്പര്യങ്ങളെക്കാൾ വലുതായി പാർട്ടി താല്പര്യങ്ങളെ കാണുകയും മുറുകെ പിടിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും എന്നാണ് പ്രതിജ്ഞയിൽ, മെമ്പർഷിപ്പ് പ്രതിജ്ഞയിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പൊ പാർട്ടി താല്പര്യങ്ങൾ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഉയർത്തിപ്പിടിക്കാൻ പിന്നെ പറ്റുന്നില്ലെങ്കിൽ ആ ചാനൽ ചർച്ചയിൽ പോകേണ്ടതില്ല എന്ന് സ്വാഭാവികമായും ആ പാർട്ടി തീരുമാനിക്കും. അത് നിങ്ങളുടെ പാർട്ടിയുടെ തകരാറല്ലേ അല്ലെങ്കിൽ പാർട്ടിയുടെ കഴിവ് കുറവല്ലേ എന്നൊക്കെ ആർക്ക് വേണ്ടി വിമർശിക്കാം.
അതൊന്നും പ്രശ്നമില്ല. അപ്പൊ സ്വന്തം പാർട്ടിയുടെ താല്പര്യങ്ങൾ മുറുകെ നിലപാട് പിടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല റിപ്പോർട്ടർ എന്നാണോ ചാനലിലും മനസ്സിലാക്കേണ്ടത്? മറ്റേത് ശ്രീ മീഡിയ ജയേന്ദ്രൻ, ചാനലിലും സ്വന്തം താല്പര്യങ്ങളാണ് മുറുകെ പിടിക്കുന്നത്, അതുകൊണ്ട് വരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, പാർട്ടി താല്പര്യങ്ങൾ അതാ ഇതാണ് ഞാനിത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ താങ്കൾ ഇടപെട്ടല്ലോ, നന്നായി. പിന്നെ ഈ പാർട്ടി താല്പര്യങ്ങൾ മുറുകെ പിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ചർച്ചകളാവുമ്പോഴേക്ക് പാർട്ടി പ്രതിനിധികളായിട്ടുള്ളവർ പോകേണ്ടതില്ല എന്ന് പാർട്ടി നിശ്ചയിക്കും. അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം. ശ്രീ ജയേന്ദ്രൻ, അതിന്റെ അപ്പുറത്തേക്ക് പെരിഫറലായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സമയം പോരാ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇപ്പോൾ 2 മാസത്തേക്ക് അടുക്കുകയാണല്ലോ, ഒരു 19 ദിവസം കഴിയുന്നു. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും എന്ത് പരിശോധന നടത്തി എന്നുള്ളത് പാർട്ടി സഖാക്കൾക്ക് അറിയണം. അത് പാർട്ടി നേതൃയോഗത്തിലെ അടച്ചിട്ട മുറിയിൽ മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇനി ചാനൽ ചർച്ചകളിൽ പറയുന്നു എന്ന് വെച്ചാൽ നേതാക്കൾ പുറത്തു പറയുന്ന പ്രതികരണങ്ങളാണ് ചർച്ചയാകുന്നത്. അങ്ങൊരു മാധ്യമ പ്രവർത്തനം കൂടിയാണ്, എനിക്ക് അറിയാത്ത കാര്യമല്ല. അപ്പോൾ പെരിഫറലായി എന്ന് പറയുമ്പോൾ വളരെ പെരിഫറലായി തൊലിപ്പുറത്തെ ചികിത്സ നടത്തുകയും തൊലിപ്പുറത്തെ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആരാണെന്ന ചോദ്യം തിരിച്ചങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ വർഗവഞ്ചകൻ എന്നാൽ ആരാണ് എന്നുള്ളത് കൃത്യമായി വ്യാഖ്യാനിക്കാൻ അറിയുന്നവരാണല്ലോ പാർട്ടി നേതാക്കൾ. വർഗവഞ്ചകൻ എന്ന പേര് ഇപ്പോൾ കുഞ്ഞികൃഷ്ണനായാലും ടി കെ ഗോവിന്ദനായാലും ചേരില്ല എന്ന് പറഞ്ഞത് പാർട്ടിയിൽ ടി പി രാമകൃഷ്ണനായിരുന്നു അന്ന്. ആ ഘട്ടത്തിൽ ഇവർ നിന്ന് പാർട്ടിയിൽ നിന്ന് പോയ ഘട്ടത്തിൽ ഇന്നിപ്പോൾ അവരെ വർഗവഞ്ചകരെന്ന് വിളിക്കുകയും തിരുത്തി അകത്തേക്ക് വരാമെന്ന് പറയുകയും ചെയ്യുകയാണ്. ഈ പയ്യന്നൂരിലും അതോടൊപ്പം തന്നെ ഈ തളിപ്പറമ്പിലുമൊക്കെ പാർട്ടിക്ക് പിഴവ് പറ്റി എന്ന വിലയിരുത്തലിന് ശേഷം ഇവർക്കാണ് പിഴവ്, ഇവർ തിരിച്ചു വരണമെങ്കിൽ അവർ തിരുത്തണമെന്ന് പറയുമ്പോൾ എന്ത് തിരുത്തലാണ് നടത്തുന്നതിനുള്ള സ്വാഭാവികമായ ചോദ്യം ഉണ്ടാകും. അതിന് ഉത്തരം പറയേണ്ടവർ വന്നിട്ടില്ല എങ്കിൽ അവർക്ക് ഉത്തരം പറയാൻ അറിയില്ല, അല്ലെങ്കിൽ ഉത്തരം പറയാൻ ഇപ്പോൾ കഴിയില്ല എന്ന വ്യാഖ്യാനത്തിലേക്ക് നമുക്കും എത്തേണ്ടി വരും. ഞാൻ തിരിച്ചെത്താം. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഈ വർഗവഞ്ചകൻ പ്രയോഗം ആർക്കെതിരെയാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത് നമുക്കറിയാം. ഇപ്പോൾ തൊഴിലാളി വർഗ താല്പര്യത്തിന് വിരുദ്ധമായ സമീപനം എടുക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ തൊഴിലാളി വിരുദ്ധ സമീപനം എടുക്കുന്ന ആരാണെന്ന ചോദ്യം പാർട്ടി നേതാക്കൾക്ക് നേരെ ഉയരുന്നില്ലേ? പാർട്ടിക്ക് പിഴവ് പറ്റി എന്ന വിലയിരുത്തൽ അകത്ത് നടത്തിയെന്ന് അറിയുന്നു. താഴെ തട്ടു മുതലുള്ള വിശകലനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നേതാക്കളെ നിങ്ങൾക്ക് വിമർശിക്കാം, ഭയമേതുമില്ലാതെ വിമർശിക്കാം എന്നുകൂടി പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഭയമേതുമില്ല വിമർശനങ്ങൾ അതെത്രത്തോളം അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന ചോദ്യം ഇപ്പോഴത്തെ നേതാക്കളെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നില്ലേ? സ്മൃതി, നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാമെന്ന് ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പ്ലഖനോവ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ചരിത്രത്തിൽ വ്യക്തിക്കുള്ള പങ്ക് എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിലൂടെ പോകുമ്പോൾ നമുക്കറിയാം, ചരിത്രത്തിന് പലപ്പോഴും വ്യക്തികൾ ആയുധമായി തീരാറുണ്ട്. ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുക മനുഷ്യരിലൂടെയാണ്, സമൂഹത്തിലെ ചില വ്യക്തികളിലൂടെയാണ്. സ്വാഭാവികമായി ഓരോ ചരിത്ര കാലഘട്ടത്തിനും ആവശ്യമായ വ്യക്തികളെ ആ സമൂഹം സൃഷ്ടിച്ചെടുക്കും എന്നാണ് പറയുക. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോയാലൊന്നും സമയമില്ല. പക്ഷേ ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൻ്റെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്, അതിനെ തിരോഭവിപ്പിക്കുന്നതിന്, ചരിത്രത്തിൽ അത് വഹിച്ചിട്ടുള്ള മഹത്തായ പങ്കൊക്കെ ഇല്ലാതാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യക്തികളെ ചരിത്രം സൃഷ്ടിച്ചെടുക്കുകയാണോ നമുക്ക് തോന്നിപ്പോകുന്ന നിലയിലാണ് കേരളത്തിലെ നേതാക്കന്മാരുടെ പ്രതികരണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനുണ്ടായിരിക്കേണ്ട പ്രാഥമികമായ ഗുണങ്ങളിലൊന്നാണ്. ചരിത്ര കാലഘട്ടത്തെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് സമൂഹത്തോട് പ്രതികരിക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്റെ പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്താണ് നോക്കുക. CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി വലിയ തോതിൽ, CPM എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ വലിയ തോതിലുള്ള തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ 11 സംസ്ഥാനത്തിലധികം MP-മാരും MLA-മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി അത് പോയി ഏറ്റവും അവസാനം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ ഒരു 26 MLA-മാരും ഒക്കെ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആ പാർട്ടി വലിയ തോതിൽ പിന്നോക്കം പോയിട്ടുണ്ട്. ഇവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവർ ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിൽ അവരാലോചിക്കേണ്ടത് എങ്ങനെയാണ് ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് തിരുത്തലുകൾ വേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ജനങ്ങളെ സ്വാംശീകരിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുമ്പോൾ ജനങ്ങളെ ബഹുമാനിച്ച് ജനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവരോട് സംസാരിക്കുന്ന ഒരു ഭാഷയിൽ സംസാരിക്കാൻ എന്തുകൊണ്ടൊക്കെയോ ഈ CPM-ന്റെ നേതാക്കന്മാർ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണ് ഈ വർഗവഞ്ചകൻ എന്നൊക്കെ പറയുന്നത്. വർഗവഞ്ചകൻ എന്ന് പറയുന്ന വാക്കിനൊക്കെ കമ്മ്യൂണിസ്റ്റ് ടെർമിനോളജിയിൽ വളരെ കൃത്യമായ അർത്ഥമുണ്ട്. തൊഴിലാളി വർഗ താല്പര്യങ്ങളെ വഞ്ചിക്കുന്ന ഒരാളെയാണ് നമ്മൾ തൊഴിലാളി വർഗ വഞ്ചകൻ എന്ന് വിളിക്കുക.
സത്യത്തിൽ ഈ ജി സുധാകരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ വർഗവഞ്ചന സ്ഥിരമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് CPM-ന്റെ നേതാക്കന്മാരാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഓരോ നിലപാടുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമല്ലേ? എത്ര കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നു. തൊഴിലാളി വർഗ രാഷ്ട്രീയവും CPM തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള അനുഭവമാണ്. അപ്പോൾ അവർക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ ഈ പെശകുകൾ, തങ്ങളുടെ ഈ പോരായ്മകൾ തിരുത്തി ജനങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി ജനവിധി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നതിന് പകരം ഈ നിലയിലുള്ള ഒരു പിടിവാശി അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു നിലപാടെടുത്താൽ നമ്മൾ സാധാരണ കേട്ടൊരു കഥയുണ്ട്. പണ്ടൊരു നമ്പൂതിരി ആനയുടെ പുറത്ത് കയറി പൃഷ്ഠം തിരിഞ്ഞാണ് ഇരുന്നത്. നേരെ തിരിച്ചിരുന്നപ്പോൾ വലിയ തോതിൽ ആളുകളൊക്കെ കളിയാക്കാനും ചിരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ആനപ്പാപ്പാൻ പറഞ്ഞു, തിരുവേനി ഒന്ന് തിരിഞ്ഞിരിക്കണം, ഇരിക്കുന്നത് തെറ്റായിട്ടാണ്. അപ്പം തിരുവേനി പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ആനയെ വേണേൽ തിരിച്ചു നിർത്തിക്കോ, ഞാൻ തിരിയാനൊന്നും പോകുന്നില്ല എന്നാണ്. അപ്പം അതുപോലുള്ള നിലപാടുകൾ തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവരോട് സംവാദം പോലും സാധ്യമല്ല. യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരാൻ എന്തുകൊണ്ടോ CPM-ന് പറ്റുന്നില്ല. ആ കാര്യങ്ങളൊക്കെ വരുന്നത് CPI പോലുള്ള രാഷ്ട്രീയ പാർട്ടി, CPI അതിജീവിക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, CPI പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ഒരു നിലപാട് സ്വീകരിക്കുറിച്ച് ഒരു ആലോചനയെങ്കിലും ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ CPM-നകത്ത് അത് നടക്കുന്നില്ല. നിങ്ങൾ നോക്കുമ്പോൾ CPM-നകത്ത് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ പ്രതിപക്ഷ ഉപനേതാവിൻ്റെ പ്രശ്നം, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞാൽ വലിയൊരു സാധ്യതയോ പ്രശ്നങ്ങളോ ഒന്നുമല്ല. എല്ലാവർക്കും അറിയാം, ഔദ്യോഗികമായിട്ടുള്ള സംവിധാനമൊന്നുമല്ല. പക്ഷേ 26 MLA-മാരുള്ള CPM-ഉം 8 MLA-മാരുള്ള CPI-യും വരുമ്പോൾ വേറെ പാർട്ടികളൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇല്ലല്ലോ. മറ്റാരെങ്കിലും എന്തെങ്കിലും സ്ഥാനം ചോദിച്ചു വരാനൊന്നുമില്ല. അപ്പോൾ CPM പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അധ്യക്ഷ പദവി തരണം എന്ന് പറഞ്ഞാൽ അതൊരു ചർച്ചാ വിഷയം പോലും തലയ്ക്കകത്ത് ആൾപ്പാർപ്പുള്ള മനുഷ്യന്മാർക്കിടയിൽ ആവില്ല. ശരി, ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് തീരുമാനിക്കുകയും പരമാവധി യോജിപ്പും പരമാവധി ആളുകൾക്കിടയിൽ ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുക. അതിന് പകരം അതിനു മുകളിൽ പിടിച്ച് മൂത്രത്തിൽ കയറി പിടിക്കുന്നത് പോലെ അതിനു മുകളിൽ കയറി പിടിച്ചിട്ട് ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന നിലപാടെടുക്കുന്നവരെ കുറിച്ച് നമ്മൾ എന്താ പറയുക? എന്താണ് പറയുക? ഇതുപോലെ ഓരോ സംഭവങ്ങളെയും CPM കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓരോ സംഭവങ്ങളെക്കുറിച്ചും ഇപ്പോൾ കഴിഞ്ഞ ദിവസം MV ജയരാജനെ കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. MV ജയരാജൻ കണ്ണൂരിൽ ഒരു കണ്ണൂർ ജില്ലയുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കിയിട്ടാണ് MV ജയരാജൻ പറഞ്ഞതെന്ന് ഒരുപക്ഷെ നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കാണേണ്ടത് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്ക്. പാർട്ടിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ സംവിധാനത്തിനകത്ത് പാർട്ടി അനുഭാവികളും പ്രവർത്തകന്മാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ ആയുള്ളവർ വന്നിട്ട് അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെയും ഗോവിന്ദ മാഷയൊക്കെ തെറിയ അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ആക്ഷേപം. ഇവരൊക്കെ കൂടിയാണ് ഈ പാർട്ടി ഇങ്ങനെ നശിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറത്തു വരുമല്ല, CPM-ന്റെ ഔദ്യോഗിക സംവിധാനത്തിനകത്തേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറുപടി പറയാൻ നിവൃത്തിയില്ലാതെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി യോഗം ചേർന്നിട്ട് പാർട്ടി നേതാക്കന്മാരോട് ഇതിനെ പ്രതിരോധിക്കണം എന്നാവശ്യപ്പെടുന്ന സ്ഥിതി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 2-3 വർഷം മുമ്പ് CPM-ന്റെ ഔദ്യോഗിക ചാനലിനകത്ത് ഇതുപോലൊരു സംഭാഷണം നടത്താൻ ആർക്കെങ്കിലും കഴിയുമോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അയാൾ പിന്നീട് വീട്ടിലിരിക്കൂ? ഇപ്പോൾ ആ നിലയിൽ പാർട്ടി അനുഭാവികളിൽ ആ മാറ്റം വരികയാണ്. അങ്ങനെ വന്നിട്ടുള്ള ഒരു തലത്തിൽ അവിടെ ഒന്ന് കോംപ്രമൈസ് ചെയ്തു പോകാവുന്ന രൂപത്തിൽ ആളുകളുടെ വികാരമൊക്കെ ഒന്ന് തണുപ്പിക്കാവുന്ന രൂപത്തിൽ MV ജയരാജൻ പറയാണ് പാർട്ടി തെറ്റ് ആരാണ് തിരുത്തേണ്ടതൊക്കെ പ്രശ്നം വേറെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ വരാം, ഈ വി കുഞ്ഞികൃഷ്ണന് വരാം, അതുപോലെ തന്നെ ഗോവിന്ദ മാഷ്ക്ക് ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറയുന്ന രൂപത്തിലൊരു മയത്തിൻ്റെ പ്രസ്താവന നടത്തുമ്പോൾ അപ്പോഴാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിനകത്ത് ചാടി കയറിയിട്ട് വർഗവഞ്ചകർ ഇതൊക്കെ കരുതുന്നത്. ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് ഇതൊക്കെ എന്തോ വലിയ കാര്യമായിട്ട് ആളുകൾ എടുക്കുന്ന സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ഈ പാർട്ടി അനുഭാവികൾക്കിടയിലുള്ള ഒരു നിലയും വലിയും എന്താണെന്നൊക്കെ മനസ്സിലാക്കി തനിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നു എന്നൊക്കെ നോക്കി തിരുത്തി പോകുന്നതിന് പകരം ഇങ്ങനെ കടുംപിടുത്തവും മുഷ്കും ഒക്കെ കാണിച്ച് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞാൽ അത് സമൂഹം സ്വീകരിക്കുന്ന നിലയിൽ എടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഒരു പ്രസ്ഥാനം അതിന്റെ സർവനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കൂടുതൽ വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുന്ന നിലപാടിലേക്ക് CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി പോകുന്നു എന്ന് പറഞ്ഞാൽ വേറെ നിവൃത്തിയൊന്നുമില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ അത് തിരുത്തുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമല്ല. ലോകത്തിൽ അങ്ങനെ ഒരു അനുഭവമില്ല. ലോകത്തിൽ ഏതെങ്കിലും വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തെറ്റ് തിരുത്തി അതിൻ്റെ നില മെച്ചപ്പെടുത്തി വീണ്ടും തിരിച്ച് ജനകീയ പ്രസ്ഥാനമായി മാറിയതിൻ്റെ അനുഭവം ലോകത്തിൽ ഒരിടത്തുമില്ല. ഇന്ത്യ രാജ്യത്തും നമ്മുടെ മുമ്പിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ രൂപപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ്. ചരിത്രത്തിൽ നിർവഹിക്കാനുള്ള ദൗത്യമുണ്ട്, അത് നിർവഹിച്ച് തിരോവഹിക്കുന്ന ഒരു പാർട്ടികളാണ്. അപ്പം ആ നിലയിൽ
ഈ പാർട്ടികളെ ആരെങ്കിലും വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമാണത്. ശ്രീ എസ് സജീവൻ, ഇപ്പോൾ പരാജയം CPM-ന്റെയോ LDF-ന്റെയോ അവസാനമായി കാണേണ്ടതില്ല എന്നാണ് പിണറായി വിജയൻ പരാജയശേഷം പ്രതികരിച്ചിരുന്നത്. അത് തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ തിരിച്ചു വരികയാണെങ്കിൽ എങ്ങനെ തിരിച്ചു വരണമെന്നുള്ള കാര്യമുണ്ടല്ലോ, എങ്ങനെ തിരിച്ചു വരാൻ സാധിക്കുമെന്നൊരു കാര്യമുണ്ട്. അത് തിരുത്തിക്കൊണ്ട് വേണം തുടങ്ങാൻ. അങ്ങനെ ഒരു തിരുത്തലിന്റെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ ഈ പാർട്ടി കാണിക്കുന്നുണ്ടോ ശ്രീ എ സജീവൻ? പാർട്ടി സെക്രട്ടറി ആ സ്ഥാനത്തിരിക്കാൻ ഒരു തരത്തിലും യോഗ്യനല്ല എന്ന G. സുധാകരന്റെ പ്രതികരണം, വർഗവഞ്ചകൻ എന്ന പ്രയോഗത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു. അത് വല്ലാത്ത രൂപത്തിൽ അതിരൂക്ഷമായ പ്രതികരണമായിട്ട് വേണം ഇന്നത്തെ പ്രതികരണത്തെ കാണാൻ. അതിന് ആ വിമർശനങ്ങൾക്ക് യോഗ്യനാണോ യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ? ഒന്നാമത്തെ പ്രശ്നം, പാർട്ടി ഇനി അല്ലെങ്കിൽ മുന്നണി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് പലപ്പോഴും ഈ മുന്നണികൾ തമ്മിലുള്ള മാറി മാറി വരൽ ഉണ്ടായിട്ടുണ്ട്. LDF ഭരിച്ചു കഴിഞ്ഞാൽ UDF ഭരിച്ചു കഴിഞ്ഞാൽ LDF എന്ന രീതിയിൽ വരാറുണ്ട്. അത് പ്രതിപക്ഷത്തിരുന്ന പാർട്ടികളുടെ മെച്ചം കൊണ്ടല്ല, ഭരിക്കുന്ന പാർട്ടികൾ ഉണ്ടാക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാര്യമാണ്. അതിന് വേറെ നിവൃത്തിയില്ലായ്മ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ അത് ഇവിടെ ആവർത്തിക്കുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ 2 മുന്നണികൾ മാത്രമല്ല കേരളത്തിലുള്ളത് എന്ന് നമുക്കറിയാം. മൂന്നാമതൊരു മുന്നണി ശക്തമായിട്ടുണ്ട്. അവർ വർഗീയത കൃത്യമായ അജണ്ടയാക്കിയിട്ട് എങ്ങനെയും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നവരാണ്. അപ്പോൾ നേരത്തെ പ്രതീക്ഷിച്ച പോലെ അല്ല നേരത്തെ സംഭവിച്ചതുപോലെ ഇനി അടുത്ത തവണ ഞങ്ങൾ വരും എന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നത് മൗഢ്യമാണ് എന്നാണ് ആദ്യം പറയേണ്ടത്. അത് പഴയ പോലെ അല്ല. തിരിച്ചു വരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ട്. അത് അക്കാലത്തെ അവസ്ഥയായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥയല്ല. രണ്ടാമത്തെ കാര്യം, ഇത് പാർട്ടി ഈ പരാജയം സംഭവിച്ചതിന് ശേഷം പാർട്ടി പറഞ്ഞ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വിശദമായി ചർച്ച ചെയ്തിട്ട് തെറ്റിയിരുത്തൽ നടത്തും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ചർച്ച നടക്കും. ഇപ്പോഴും കൃത്യമായിട്ടുള്ള ജയചന്ദ്രൻ പറഞ്ഞ പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി മുതൽ താഴോട്ടേക്ക് ബ്രാഞ്ച് വരെയുള്ള ചർച്ച നടന്നു എന്ന് പറയുന്നു. ബ്രാഞ്ചിൽ ചർച്ച നടന്നിട്ടില്ല എന്നാണ് എൻ്റെ എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഞാൻ അറിയുന്നിടത്തോളം അത് നടന്നിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ലോക്കൽ കമ്മിറ്റി വരെ ചർച്ച നടന്നിട്ടുണ്ട്. ഈ ചർച്ച നടന്നിട്ട് ഉള്ള തീരുമാനം എന്താണ്? ഈ ആകെ 3 പേര് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്ന പോലെ വർഗവഞ്ചകരും ചതിയന്മാരുമായിട്ടുള്ള ചതി എന്നാണല്ലോ അദ്ദേഹം പറയുക. അപ്പോൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ ചതിയനാണല്ലോ. ഈ ചതിയന്മാരുമായിട്ടുള്ള 3 പേര്, സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും, ഈ 3 പേരാണോ പാർട്ടിയുടെ പരാജയത്തിന് കാരണം? ശരിക്കും പാർട്ടി പരാജയമാണല്ലോ വിലയിരുത്തേണ്ടത്. പാർട്ടിയിൽ അംഗത്വം തുടരാത്ത എത്രയോ ആളുകളെ നമുക്കറിയാം. പല ആളുകളുണ്ട്. ഇപ്പോൾ അംഗത്വം തുടരുന്നില്ല എന്നില്ല, പാർട്ടിയോടുള്ള വിരോധം കൊണ്ടാവണമെന്നില്ല, പല വ്യക്തിപരമായ കാര്യം കൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ അംഗത്വം തുടരാത്ത ആളുകളുണ്ട്. അതേപോലെ ഒരാളാണല്ലോ സുധാകരൻ. അംഗത്വം തുടർന്നില്ല എങ്കിൽ അത് പാർട്ടിയെ ചതിക്കലോ വർഗവഞ്ചനയോ ആണോ എന്നുള്ള ചോദ്യമുണ്ട്. രണ്ടാമത്തേത്, പയ്യന്നൂരിലാണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും ഉയർത്തിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇപ്പോഴും കാതലാണ് എന്ന് അവിടുത്തെ TK ഗോവിന്ദനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച പോലെ അവിടുത്തെ ജനങ്ങൾ വിലയിരുത്തിയല്ലോ. തളിപ്പറമ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പയ്യന്നൂർ എന്ന് പറയുന്ന കോട്ടയിൽ, CPM-ൻ്റെ കോട്ടയിൽ, ഇടത് കോട്ട എന്ന് പോലെയല്ല, CPM-ൻ്റെ കോട്ടയിൽ വൻ പരാജയമുണ്ടായതിന് കാരണം ഈ വർഗവഞ്ചകരെ കൊണ്ടാണോ? അത് നമ്മൾ നോക്കണമല്ലോ. അവരെ ജനം അംഗീകരിക്കുന്നു. അവരെന്ത് വർഗവഞ്ചനയാണ് ചെയ്തത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഈ ആളുകൾ മുഴുവൻ ചെയ്ത് ശരിയാണ് എന്ന് വോട്ട് ചെയ്ത ആളുകൾ സമ്മതിച്ചു. വേറൊരു കാര്യമുള്ളത്, ഇനി ഈ പദം ഇപ്പം ജയന്തനോട് പറഞ്ഞ പോലെ ഇതിവിടെ ഈ ചർച്ചയിലൊക്കെ പൊതുവേദിയിലൊക്കെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ല വർഗവഞ്ചന എന്താണെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ വർഗവഞ്ചന അതിൻ്റെ താത്വികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. അത് 2 കാര്യം. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഒരു പ്രതിനിധി വന്നിട്ട് പാർട്ടിയുടെ നിലപാട്, നമ്മളാരും പറയുന്ന നിലപാട് എടുക്കണ്ട, പാർട്ടി നിലപാട് ഇന്നതാണെന്ന് പറയണം. അതിന് പാർട്ടി നിലപാടിലേക്ക് എത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അത് ഈ വിഷയത്തിൽ മാത്രമല്ല ശ്രീ എ സജീവൻ, പാർട്ടി പ്രതിരോധത്തിലാകുന്ന അല്ലെങ്കിൽ പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത് പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയത്തിലും അങ്ങനെ പ്രതിനിധിയെ അയക്കാറില്ല. ഇപ്പോൾ PSC വിഷയത്തിലും CPM-ന്റെ ഒരു പ്രതിനിധി പോലും ഉണ്ടായിട്ടില്ല.
അല്ല അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് അറിയാമോ? അത് ജനങ്ങൾ ഇത് കേൾക്കുന്നത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പാർട്ടിയുടെ അംഗങ്ങൾ മാത്രമല്ല ഇത് കേൾക്കുന്ന ആളുകൾ. ഈ ചർച്ച കേൾക്കുന്നത് പാർട്ടി അനുഭാവികളല്ലാത്ത ആളുകൾ ഒക്കെയാണല്ലോ. പിന്നെ CPM-ൻ്റെ ഇപ്പം പാർട്ടിയാണെങ്കിലും മുന്നണിയാണെങ്കിലും ഇത്തവണ നമ്മൾ നോക്കൂ, UDF അധികാരത്തിൽ വന്നത് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തകർ മാത്രം വോട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇതിൽ ഈ വോട്ട് ചെയ്യുന്ന ആളുകൾ നല്ലൊരു ശതമാനം നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട്. അവരാണ് LDF-നെ ഇക്കഴിഞ്ഞ 2 തവണ അധികാരത്തിലേറ്റിയത്. 3-ാമത്തെ തവണ വലിച്ചു താഴെയിട്ടും ഇതേ ആളുകൾ അവർക്ക് കൺവിൻസിങ് ആവുന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയണം. അതിന് ആളുകളെ അയക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ ഓരോ ഘട്ടത്തിലും പ്രതിസന്ധിയിലാവുന്ന അവർക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവർ തിരുത്താൻ തയ്യാറാവണം. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വർഗവഞ്ചന നടത്തിയതാര് എന്ന ചോദ്യം ഉയരുമ്പോൾ അംഗവഞ്ചന വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ വിശാലമായ ക്യാൻവാസിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഈ ആളുകൾ എന്ത് വർഗവഞ്ചനയാണ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലളിതമായി തന്നെ ഈ തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുന്ന നിലപാട് ഈ ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അത് ഉണ്ടായി എന്ന് സ്ഥാപിച്ചാൽ മതിയല്ലോ. സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും തൊഴിലാളികളെ വഞ്ചിച്ചു എന്നാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ പാർട്ടി തന്നെ വിലയിരുത്തിയത് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം തെറ്റായിരുന്നു എന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് TK ഗോവിന്ദൻ്റെ കുഴപ്പമില്ലല്ലോ. TK ഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായിരുന്നു എന്നുള്ളതല്ലല്ലോ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ മറ്റിടത്ത് പയ്യന്നൂർ മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയായിരുന്നു തെറ്റായിരുന്നു എന്നുള്ള രീതിയിൽ അവിടെയൊക്കെയുള്ള പരാജയത്തിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നില്ല. ഇത് ഇനിയും വളരെ ദീർഘകാലം വെച്ചുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു പോകില്ല. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുണ്ട്. ജനങ്ങളുടെ അടുത്തുനിന്ന് ചോദിച്ചാൽ മനസ്സിലായി എന്താ 1, 2, 3, 4 അക്കമിട്ട് നമുക്കൊക്കെ പറയാൻ പറ്റാവുന്ന കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് പാർട്ടി തിരുത്തുകയാണ് വേണ്ടത്. അത് തിരുത്തുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തായാലും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പദപ്രയോഗം വർഗവഞ്ചകൻ എന്ന പദപ്രയോഗം കൊണ്ടുവന്നത് മറ്റാരുമല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടും ഇത്തരം പൊതുവേദികളിൽ ചർച്ചയാകും. എന്താണ് വർഗവഞ്ചന, ആരാണ് വർഗവഞ്ചകർ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ജനം ചോദിക്കും. ശരി, എത്താം. ശ്രീ പ്രമോദ് പുഴങ്കര, ഇപ്പോൾ 26 എന്ന അക്കത്തിലേക്ക് CPM താഴ്ന്നതിന് ഉത്തരവാദി ആരാണ്? ഇപ്പോൾ ഈ വർഗവഞ്ചകൻ പ്രയോഗമൊക്കെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനിപ്പുറം ഇത്രയും വിലയിരുത്തലുകൾക്ക് ശേഷം നടത്തുമ്പോൾ എന്ത് തിരുത്തലാണ് പാർട്ടി നടത്തുന്നതാണ് അങ്ങേക്ക് കരുതാനാകുന്നത്? അല്ല, വാസ്തവത്തിൽ CPM ഈ വർഗവഞ്ചകൻ എന്നൊക്കെയുള്ള പ്രയോഗം, വർഗവഞ്ചന എന്നൊക്കെയുള്ള പ്രയോഗം എടുത്തുപയോഗിക്കുന്നത് ഒരു അശ്ലീലം നിറഞ്ഞ വൈരുദ്ധ്യമാണ്. ആ പാർട്ടിയുടെ ഘടനയും അതിൻ്റെ സ്വഭാവവും ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും ഒരു ഛായയിൽ നിന്ന് പോലും അകന്നിട്ട് എത്രയോ കാലമായി. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, അത് എന്ത് തരത്തിലുള്ള പ്രതിസന്ധി, അത് തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുമ്പോൾ നേരിടുന്ന തോൽവി, അല്ലെങ്കിൽ നേതൃത്വത്തിന് നേരെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പാർട്ടി ഒരു സംഘടന എന്നുള്ള രീതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും നേതാക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ അത് വളരെ പെട്ടെന്ന് തങ്ങളുടെ ഈ പഴയ പദാവലികളെ തിരഞ്ഞെടുക്കുകയും അത് പുറത്തേക്കെടുത്ത് വീശുകയും ചെയ്യും. വർഗവഞ്ചന, വിപ്ലവ പാർട്ടി, അതുപോലെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പാർട്ടി അടവുകളുടെയും തന്ത്രങ്ങളുടെയും ഭാഗമായിട്ടുള്ള നിലപാടുകൾ എന്നൊക്കെ പറഞ്ഞ് വളരെ പെട്ടെന്ന് അതിൻ്റെ വാചാടോപങ്ങളിലേക്ക് മടങ്ങിപ്പോകും. അത് ബേസിക്സിലേക്ക് മടങ്ങിപ്പോവുകയല്ല, അടിസ്ഥാനങ്ങളിലേക്കോ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്കോ മടങ്ങിപ്പോവുകയല്ല അത് ചെയ്യുന്നത്. മറിച്ച് അതിൻ്റെ പൊള്ളയായ വാചകമടികളിലൂടെ തങ്ങളുടെ അവസരവാദപരമായ പ്രതിസന്ധികളെ മറികടക്കാൻ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും അതിൻ്റെ തന്നെ ഒപ്പം നിൽക്കുന്ന അനുഭാവികളെയും മെമ്പർമാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറികടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഈ വർഗവഞ്ചന എന്നൊക്കെ കാണാൻ കഴിയുള്ളൂ. ഏത് വർഗവഞ്ചകനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിലെ ഏറ്റവും ഇപ്പോൾ പറഞ്ഞ് ആളുകൾക്ക് മടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ പോലും ഏത് വർഗവഞ്ചകനെ കുറിച്ചാണ് പറയുന്നത്? കേരളത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ വിവാദങ്ങളിലകപ്പെട്ട ഒരു വ്യവസായിയിൽ നിന്ന്, ഈ കരിമണൽ കർത്ത എന്നൊക്കെ പറയുന്ന ഒരു വ്യവസായിയിൽ നിന്ന് തൻ്റെ മകൾ പല ഘട്ടങ്ങളിലായി 1,00,00,000 ലോൺ വാങ്ങുകയും പിന്നീട് അയാളുടെ കമ്പനി തന്നെ
കമ്പനി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ ലോൺ തിരിച്ചടവിനും അതുപോലെ തന്നെ ഇവർക്ക് പരസ്പരം ലാഭമുണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കൈമാറുകയും ചെയ്ത ഇടപാടുകൾക്ക് പ്രമുഖ അതിന് നമ്മളെല്ലാം കരുതുന്നത്, നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഞാൻ കരുതുന്നത് പിണറായി വിജയൻ്റെ പൂർണ്ണമായ അറിവോടുകൂടി അദ്ദേഹത്തിൻ്റെ മകൾക്ക് കിട്ടിയ ഇത്തരം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളൊക്കെ നടത്തിയ പിണറായി വിജയനെ പോലെ ഒരാളാണ് അതിൻ്റെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവ് എന്നുള്ള നിലയിൽ തലപ്പത്തിരിക്കുന്നത്. ഇതാണ് വർഗവഞ്ചന. നേരത്തെ അവരുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ മക്കൾക്ക് അടക്കം, പിണറായി വിജയൻ്റെ മകൾക്കടക്കം ജോലി എടുത്തും വലിയ പൊസിഷനുകളിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ പരിചയമോ ഒന്നും പ്രവൃത്തി പരിചയമോ ഒന്നും വെച്ചിട്ടല്ല, ഈ വ്യക്തിപരമായ രാഷ്ട്രീയ പരിചയങ്ങളുടെയും അധികാര പരിചയങ്ങളുടെയും പുറത്ത് ജോലി കൊടുത്ത് കേരളത്തിലെ വലിയ പ്രവാസി വ്യവസായിയാണ്. അതിന് പകരം അയാൾക്ക് പല സൗകര്യങ്ങളും ഇവിടെ കിട്ടുക എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഏതാണ്ടൊക്കെ വാസ്തവമാണത്. കേരള സർക്കാരും ആ വ്യവസായിയും തമ്മിൽ നടന്ന ഒരു കോളം കൊട്ടാരത്തിൻ്റെ കേസിലൊക്കെ എടുത്ത നിലപാടുകൾ വളരെ ദുരൂഹമാണ്. അപ്പോൾ ഈ ആരാണ് നേതാക്കന്മാരുടെ വീട്ട് ചെലവ് നടത്തുകയും അവരുടെ മക്കളുടെ സൗകര്യങ്ങളെ കണ്ണിൽ കൃഷ്ണുടി പോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന വലിയ വ്യവസായികളുടെ ലാളനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം നേതാക്കന്മാരെ തലപ്പത്ത് നിർത്തി അവരുടെ വലിയ കട്ടൗട്ടുകളും ഹോർഡിങ്ങുകളും ഒക്കെ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി, എന്നിട്ട് അതിൻ്റെ സംഘടനാ പ്രശ്നങ്ങളിൽപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യമാകുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ വന്ന് അത് പ്രതിസന്ധിയിലാകുമ്പോൾ ഉടനെ എടുത്ത് പറയുകയാണ് വർഗവഞ്ചന, വർഗം എന്നൊക്കെ. അശ്ലീലമാണത്. തികഞ്ഞ രാഷ്ട്രീയ അശ്ലീലത്തിലാണ് CPM നേതൃത്വം ഇപ്പോൾ ജീവിക്കുന്നത്. അവർക്ക് അതൊന്ന് പുറത്തു വരാൻ പറ്റുമോ? അതിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യത വിദൂരമാണ്, ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണത്? അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ആന്തരിക ഘടന എന്ന് പറയുന്നത് ജനാധിപത്യ ഒരു കേന്ദ്രീകൃതമായ ജനാധിപത്യ സമ്പ്രദായം. അത് ടോപ്പ് ടു ബോട്ടമാണ്. മുകളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുന്ന, മുകളിൽ നിന്നും താഴേക്ക് വരുന്ന തീരുമാനങ്ങളിലൂടെയാണ് ആ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇത് വാസ്തവത്തിൽ വളരെ വിപ്ലവസന്നദ്ധമായ വിപ്ലവ കാലാവസ്ഥകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഘടനയാണ് വാസ്തവത്തിൽ ലെനിനിസ്റ്റ് സംഘടനാ ഘടന. ഇപ്പോൾ ഞാനിതൊക്കെ ഇവിടെ ശ്രീ ജയചന്ദ്രനോട് ഇങ്ങനെ ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇപ്പോൾ സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്നെ ഇവരുടെ പാർട്ടിയിൽ മാത്രം കമ്മിറ്റിയിലൊക്കെ ഇന്ന് മാത്രം ചർച്ച ചെയ്യുക. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, എന്തായാലും ശ്രീ ബാലകൃഷ്ണൻ ഞാനും ഒക്കെ അടങ്ങുന്ന ആളുകൾക്ക് ഈ പാർട്ടിയുടെ ആന്തരിക സംവിധാനത്തിനുള്ളിൽ എങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നതിനെ കുറിച്ചൊക്കെ നേരിട്ട് അറിവുള്ള ആളുകളാണ്. അപ്പോൾ ഇത് ഈ പാർട്ടിയിൽ മാത്രം ഇതൊക്കെ ചർച്ച ചെയ്യാൻ മതി എന്നാണോ? ഈ പാർട്ടിയുടെ ഇതൊക്കെ ജനങ്ങൾക്ക് ചർച്ച ചെയ്യണം. ജനങ്ങൾ വർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പൊതുസമൂഹം വർഗത്തെക്കുറിച്ചും വർഗരാഷ്ട്രീയത്തെക്കുറിച്ചും വർഗബോധത്തെക്കുറിച്ചും സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു കാലവും ഒരു സാമൂഹ്യാവസ്ഥയും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ എന്ന് പറയാം ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്യോളാം, ജനങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യണം. ജനങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നതാണ് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവരുടെ കാലങ്ങളായി തോറ്റുകൊണ്ടേയിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ മുന്നേറ്റത്തെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ മുന്നേറ്റത്തെക്കുറിച്ച് നോക്കൂ, അത് പരാജയപ്പെടുകയാണ്. അത് കേവലം തെരഞ്ഞെടുപ്പുകളിലെ പരാജയം മാത്രമാണോ? അല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അത് തിരിച്ചടികൾ നേരിടുകയും അത്തരം നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നതിലും അതിന് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ പരിഹാരങ്ങൾ കണ്ടെത്തുകയും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം കേവലമായ തെരഞ്ഞെടുപ്പ് ധാരണകളുടെ പേരിൽ മാത്രമാണ് ഈ പാർട്ടി കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി തന്നെ നിലനിൽക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു ഇക്കോസിസ്റ്റം രൂപപ്പെട്ടു കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ഒരു ഇക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ ആന്തരികമായ ജനാധിപത്യത്തെ, ഉൾപാർട്ടി ജനാധിപത്യം തീരെ ഇല്ലാത്ത തരത്തിൽ, ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കമ്മിറ്റി കൂടുകയും വെറുതെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുകയും സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ആളുകളുടെ പേര് തീരുമാനിക്കുകയും ചെയ്യുന്നതല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് വർഗരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലെ പ്രശ്നങ്ങളെ എങ്ങനെ കാണണമെന്നാണ്. അക്കാര്യത്തിൽ ഇന്ത്യയിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തികഞ്ഞ പരാജയമല്ലേ? ആഗോളീകരണത്തിൻ്റെ പ്രശ്നത്തിലാകട്ടെ, അതുപോലെ തന്നെ ഇവിടുത്തെ ദേശീയ ബൂർഷ്വാസിയുമായിട്ടുള്ള സഹകരണത്തിൻ്റെ പ്രശ്നത്തിലാകട്ടെ, ഈ തൊഴിലാളി വർഗം എന്നുള്ളതിനെ സംഘടിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിലാകട്ടെ, ഇതിലെല്ലാം തികഞ്ഞ പരാജയമാണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ 1% പോലും വോട്ട് ദേശീയ തലത്തിൽ ലഭിക്കാത്ത, ആളുകളുടെ പിന്തുണയില്ലാത്ത ഇന്ത്യയിലെ തൊഴിലാളി വർഗം അതിഭീകരമായ അടിച്ചമർത്തൽ നേരിടുന്ന ഒരു ഘട്ടത്തിൽ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ട തരത്തിൽ അവർ മാറിപ്പോകുന്നത് അങ്ങനെയാണല്ലോ. CPM തന്നെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ഒക്കെ നോക്കൂ, തൊഴിലാളി
തൊഴിലാളി വർഗത്തിൽ നിന്ന് വരുന്ന ആളുകളേ ഇല്ല, തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരില്ല. പകരം ഈ SFI റിക്രൂട്ടുകൾ എന്നുള്ള മട്ടിൽ കയറി വരുന്ന ആളുകൾ SFIയിൽ പ്രവർത്തിക്കുന്നു, എവിടെയും ഇവിടെ യൂണിയൻ ചെയർമാൻ ആവുന്നു, കുറച്ച് സെക്രട്ടറി ആവുന്നു. വളരെ മോശമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അത്തരം പരിപാടികൾ. പക്ഷേ അവരെ സംബന്ധിച്ച് തൊഴിലാളി വർഗ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത മനുഷ്യർ ഈ പാർട്ടിയുടെ നേതൃതലത്തിൽ തന്നെ ഇല്ലാതെ പോവുകയും കേവലമായ സംഘടനാ പ്രവർത്തനങ്ങളുടെയും കാക്കപിടുത്തത്തിലൂടെയും നേതാക്കന്മാരുടെ പെട്ടിചുമക്കലുകളിലൂടെയും ഒക്കെ കയറി വരുന്ന ആളുകൾ ഇതിൻ്റെ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു എന്നാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പാർട്ടിക്കാർ പറയുന്ന ഒരു പരിപാടിയാണല്ലോ, ഞങ്ങളെപ്പോലെ ഒരു സുവർണ കാലഘട്ടം കേരളത്തിന് പ്രദാനം ചെയ്ത അതിൽ നിന്നും ഈ ഇരുണ്ട കാലത്തിലേക്ക് വന്നതിന് നിങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ജനങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെയും ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിനുള്ള കാരണങ്ങളെയും ജനങ്ങളുടെ പൊളിറ്റിക്കൽ ചോയ്സ് ഇതിനുള്ള കാരണങ്ങളെയും തികഞ്ഞ പുച്ഛത്തോട് മാത്രം കാണുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പേര് വിളിക്കാൻ പോലും അർഹതയില്ല കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ സ്മൃതി, ഇതൊരു ചരിത്രപരമായ പ്രശ്നം കൂടിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ഘടന എങ്ങനെ ജനാധിപത്യ വിരുദ്ധമാകുന്നു, നേതാക്കളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അതിനെ കേവലം ഒറ്റപ്പെട്ടൊരു പ്രശ്നമായിട്ട് കാണാൻ കഴിയില്ല. ഇത് തന്നെയാണ് 1920-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 1904 റോസ ലക്സംബർഗ് റഷ്യൻ സോഷ്യൽ ഡെമോക്രസിയെ കുറിച്ചുള്ള വിമർശനത്തിൽ പറയുന്നത് തന്നെ ഇങ്ങനെയുള്ളൊരു സെൻട്രലൈസേഷനെ കുറിച്ച്, സെൻട്രൽ കമ്മിറ്റിയിലേക്ക് അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നതിനെ കുറിച്ച്, ജനങ്ങളുടെ തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് പുറത്ത് പാർട്ടി അതിന്റെ തീരുമാനങ്ങൾ അതിന്റെ ഏജൻസി ഏറ്റെടുക്കുന്നതിനെ കുറിച്ച് അന്ന് തന്നെ വിമർശനങ്ങൾ, ലെനിനുമായിട്ടുള്ള വലിയ സംവാദങ്ങൾ തന്നെ ഉണ്ടായത് അങ്ങനെയാണ്. ഇപ്പോൾ രണ്ട് വാചകം കൂടി പറയാം, അക്കാര്യത്തിൽ പറഞ്ഞു നിർത്താം. അതായത് ഈ പ്രശ്നത്തെ ഇപ്പോൾ ഒരു സമൂഹത്തിൽ അതിൻ്റെ അധീശ ഐഡിയോളജി എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് കേവലമായ പോലീസും പട്ടാളവും വന്ന് അടിച്ചേൽപ്പിച്ച് മാത്രമല്ല. ഒരു ബൂർഷ്വാ സമൂഹത്തെ അധീശത്വമുള്ള ഒരു സമൂഹത്തിൽ അത് നിലനിൽക്കുന്നത് അതൊരു ലൂയി അൽത്തൂസറിനെ പോലുള്ള ഒരു മാർക്സിയൻ ചിന്തകനൊക്കെ പറഞ്ഞ പോലെ അതൊരു ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ഉണ്ട്. ഈ പ്രത്യയശാസ്ത്രപരമായ ഒരു ഭരണകൂട സംവിധാനത്തിൻ്റെ കീഴിലാണ്. ആ സംവിധാനത്തിൽ ആണ് അത് പലതരത്തിലുള്ള സാംസ്കാരികവും കൾച്ചറലും പൊളിറ്റിക്കലും ഇക്കണോമിക്കലുമായിട്ടുള്ള പല ഘടനകളിലൂടെയാണ് അത് നിലനിൽക്കുന്നത്. ഈ ഘടനയുടെ അധികാര സ്വഭാവത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പല രൂപത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ആന്തരികവൽക്കരിക്കുന്നു. അങ്ങനെ ഇത്തരം ജനങ്ങൾക്ക് മുകളിലുള്ള അധികാരത്തിൻ്റെ അധീശ സ്വഭാവത്തെ ആന്തരികവൽക്കരിച്ചൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലുള്ളത്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുപോയ വിമതർ എന്ന് പറയുന്ന മത്സരിച്ച ആളുകൾ തന്നെ പ്രത്യയശാസ്ത്രപരമായ വിമതത്വത്തിന്റെ പേരിലൊന്നുമല്ല പോയിരിക്കുന്നത്, സംഘടനാപരമായ പ്രശ്നങ്ങളുടെ പേരിലാണ്. അതുകൂടിയാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾക്ക് കേവലമായ സംഘടനാ പ്രശ്നങ്ങളുടെ പേരിലുള്ള ചക്കളത്തി പോരാട്ടങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണോ വർഗം എന്നുള്ളതാണ് പ്രശ്നം, വർഗവഞ്ചന എന്നുള്ളതാണ് പ്രശ്നം. ആ വർഗവഞ്ചന എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അദാനി ഞങ്ങളുടെ ബിസിനസ് പാർട്ട്ണറാണ് എന്ന് പറയുന്ന ഒരു CPM-ന് ആ വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് കൂടിയാണ് കേരളത്തിലെ ശ്രീ ജയേന്ദ്രൻ. ഇപ്പോൾ ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പോലും ഇപ്പോൾ CPM ഉയർത്തുന്ന കാര്യങ്ങൾ ഒരു പ്രതിപക്ഷമായി അവരെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ പല കാര്യങ്ങളും അവർ ചെയ്തതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിമർശനം ഉന്നയിക്കാൻ പോലും ശേഷിയില്ലാത്ത രീതിയിലേക്ക് ആ പാർട്ടി മാറുന്നുണ്ടോ? ഇപ്പോൾ PM-ശ്രീയുടെ കാര്യത്തിലായാലും മദ്യനികുതിയുടെ കാര്യത്തിലായാലും അദാനി വിഷയത്തിലായാലും ഈ പറയുന്ന പ്രതികരണങ്ങൾ നേരത്തെ എങ്ങനെയാണോ ചേർത്ത് പിടിച്ചിരുന്നത്, എങ്ങനെയാണോ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നത്, അതിന് വിരുദ്ധമായി ഇപ്പോൾ ഈ സർക്കാർ എന്തോ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നു എന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കാൻ ജനങ്ങൾക്ക് കഴിയാത്തൊരു സ്ഥിതിയില്ലേ ശ്രീ ജയേന്ദ്രൻ? അങ്ങനെ വല്ല സർവേയും അല്ലെങ്കിൽ നടത്തിയിട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജനങ്ങൾക്ക് അത് വിശ്വാസം എടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് എന്ന് സ്മൃതി ഉറപ്പിച്ച് പറയുമ്പോൾ അത്തരത്തിലുള്ള സർവേ വല്ല നടത്തിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടില്ല. ഉണ്ടെങ്കിൽ അത് പിന്നീട് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ PM-ശ്രീയുടെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും ഈ എന്തായിരുന്നു ഇലക്ഷനിയറിങ്ങിൻ്റെ ആ സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ്, പതിവായുള്ള ഡയലോഗ്, ഒരു ദിവസം 100 കഴിയുമെങ്കിൽ 100 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു ഡയലോഗ് എന്തായിരുന്നു? ഞങ്ങളാണ് കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷം. ആന്നേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും അതിൻ്റെ ഭാഗമായിട്ട് ഇരുന്നിട്ടുണ്ട്. ഏതാ കേരളത്തിലെ യഥാർത്ഥ ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്ന രൂപത്തിൽ, രീതിയിൽ, ശൈലിയിൽ ഒക്കെ സംസാരിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി.
അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന ഒരു വാക്ക് എവിടെയും കേരളത്തിലെ മുഖ്യമന്ത്രി ഉച്ചരിച്ച് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അത് പിന്നെ കേട്ടത് മുഴുവനും താൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ് എന്ന ആമന്ത്രണങ്ങളാണ് കേട്ടത്, നിരന്തരം കേട്ടത്. അത് കഴിഞ്ഞിട്ട് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിൻ്റെ ഇന്ന് വരുന്നത് നെഹ്റുവിനും സോഷ്യലിസ്റ്റിനും ഗാന്ധിസത്തിനും നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് എന്ന് പറയുന്നത് അതേ കക്ഷിയിൽ തന്നെ, അതേ മുന്നണിയിൽ തന്നെ പെട്ട, അതേ പാർട്ടിയിൽ തന്നെ പെട്ട സമുന്നതരായ നേതാക്കൾ തന്നെയാണ്. ഇതാണ് ഈ രാഷ്ട്രീയ ചർച്ചയുടെ മറുപുറമായിട്ട് നിൽക്കുന്നത്. അതൊക്കെ ഒറ്റയടിക്ക് അങ്ങ് ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് അതെല്ലാം തൂത്ത് കളഞ്ഞു. നമ്മളിത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അതെല്ലാം തൂത്ത് കളഞ്ഞു. ഇനി അതിനു മുമ്പ് പറഞ്ഞൊന്നും പ്രസക്തമേ അല്ല. ഇനിയിപ്പോൾ പുതുതായിട്ട് എന്ത് പറയുന്നു, മുഖ്യമന്ത്രി ഗവൺമെൻറ് എന്ത് പറയുന്നു, അതാണ് പ്രശ്നം, അതാണ് പ്രസക്തം, അതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. സ്മൃതി ഇപ്പോൾ പറഞ്ഞതുപോലെ ജനങ്ങൾ അതാണ് വിശ്വസിക്കുന്നത് എന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ച് പറഞ്ഞാൽ മതി, ആയിക്കോളും. പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്നേ. ഇപ്പം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഈ പാർട്ടി ദശകങ്ങളോളം രാജ്യം ഭരിച്ചതാണല്ലോ. എന്നിട്ട് ഈ നിറകന്തല താഴെ കുത്തിയാണ് 2014 നിലം പതിച്ച് ചെതറി വീണത്. എത്ര പേരുണ്ടായിരുന്നു? 206 പേരുണ്ടായിരുന്നു 2009. 2014 തോൽവി കഴിഞ്ഞ് പാർലമെന്റിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്ന അംഗസംഖ്യ 44. രാജ്യം മുഴുവനുള്ള പാർട്ടിയാണ് കേട്ടോ. അതിനുശേഷം ഇന്നേ വരെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കോളൂ. എത്ര പെർസെൻ്റ് ഉണ്ട് ഇപ്പോൾ ആ പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ? കേരളമാണല്ലോ പ്രധാനപ്പെട്ട ഒരു ബാഗേജ് ഉള്ളത്. അതടക്കം ചേർത്ത് വെച്ച് നോക്കിക്കോളൂ, എത്ര പെർസെൻറ്റേജ് ഉണ്ട് ആ പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനം. അപ്പോൾ നിങ്ങളുടെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കിഷ്ടമുള്ള താല്പര്യങ്ങളുള്ള, നിങ്ങൾ മുമ്പോട്ട് നീക്കാൻ താല്പര്യപ്പെടുന്ന ആശയഗതികളും സമീപനങ്ങളും വ്യക്തിനിഷ്ഠിതമായിട്ടുള്ള നിലപാടുകളുമാണ്. ഇപ്പോൾ പ്രമോദ് പറഞ്ഞു, പിന്നെ ഈ വീണ വിജയൻ്റെയും പിണറായി വിജയൻ്റെയും കാര്യം, വിജിലൻസ് കോടതി, കേരള ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാം കയറിയിറങ്ങി നിരങ്ങിയല്ലോ കുറേ ആൾക്കാർ. ഇതും കൊണ്ട് എവിടെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയോ? അവസാനം SFIO വേണ്ടി വന്നു ഒരു പിടിവള്ളി കിട്ടാൻ. ഷോൺ ജോർജും നേരത്തെ പോയി പൊക്കോളാൻ പറഞ്ഞു, കോടതി വരാന്തേന്നേ പൊയ്ക്കോളാൻ പറഞ്ഞു. വിജിലൻസ് കോടതി പറഞ്ഞു, ഹൈക്കോടതി പറഞ്ഞു, പിന്നെ സുപ്രീം കോടതി പറഞ്ഞു. ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും ചെന്നു. അപ്പോഴാണ് സ്റ്റേ ആയത്. ആ നിലയിലാണ് കാര്യങ്ങൾ കിടക്കുന്നതെന്ന് ഈ ലോകത്ത് നിയമം പഠിക്കണ്ട, ലോകത്ത് പിന്നെ ഈ വാർത്തകളെ സംബന്ധിച്ച് താല്പര്യമുള്ള ഏതൊരാൾക്കും അറിയാം. ലോകത്ത്, കേരളത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, കേരളം മാത്രവുമല്ല. എന്നിട്ടും ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അങ്ങ് പിന്നെ അതിശക്തമായി നിലപാട് പറയുന്നത് പോലെ അങ്ങ് പറയുകയാണ്. പിണറായി വിജയനും മകളും കൂടെയാണ് കേരളം നശിപ്പിച്ചത്. കഴിഞ്ഞിട്ടില്ല ശ്രീജയേന്ദ്രൻ, എത്രമാത്രം അഗാധമായ അറിയുന്നത്. ഞാൻ പറയട്ടെന്നേ, അല്ല അവരൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ഇത്തരം ഈ വീറുമാശിയൊന്നും ഇല്ലായിരുന്നല്ലോ. തന്നെ അല്ല, അത് കേൾക്കുന്നുണ്ടോ? അത് ഈ റിപ്പോർട്ടർ ചാനൽ കാണുന്നവർ അതും കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അസാധ്യമായ ചർമ്മബലം തന്നെ വേണമെന്നേ. കാരണം മുൻകൂട്ടിയാണ്, ശത്രുവിനെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ശത്രുവിനെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടാണല്ലോ ആക്രമണം മുഴുവനും. ഈ കൂട്ടത്തിൽ ഞാൻ സജീവനെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക കേട്ടോ. സജീവൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളായിട്ട് ഞാൻ കാണുന്നതേ ഇല്ല, അങ്ങനെ കാണുകയുമില്ല. അത് മറ്റൊരു കാര്യം. അപ്പോൾ അതങ്ങനെ മുൻകൂട്ടി ശത്രുവിനെ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. ഇനി CPMന്റെ കാര്യം, വർഗവഞ്ചനയുടെ കാര്യം, തൊഴിലാളി വർഗ പാർട്ടി എന്ന അർത്ഥത്തിലാണ് ഈ നേതാക്കളെല്ലാം വർഗവഞ്ചകൻ, തൊഴിലാളി വർഗം എന്നുള്ള ആ പിന്നെ സംജ്ഞകളൊക്കെ പ്രയോഗിക്കുന്നത് എന്നറിയാത്തവരല്ല ഇവർ രണ്ടുപേരും. തൊഴിലാളി വർഗം എന്നുള്ള നിലയിൽ ആ ഒരു വർഗം എവിടെയാണുള്ളത്, എത്ര പേരാണുള്ളത് എന്നൊക്കെയുള്ള കണക്കും ചർച്ചകളൊക്കെ വേറെ രൂപത്തിൽ നമുക്ക് മാറ്റിവെക്കാം. ഞാൻ അതിലേക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് പിന്നെ ഇത്രയും സമയം പോരാ എന്ന് പറഞ്ഞു എന്നാണ് ബാലകൃഷ്ണനും പ്രമോദും പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതിന് പറ്റിയ വേദി ഇതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെ പറയുന്നു. അത്തരം പ്രശ്നങ്ങൾ, ഗൗരവതരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ വേദി ഇതല്ല. സമയത്തിന്റെ പ്രശ്നമേ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സ്മൃതി അതൊന്ന് അല്ലെങ്കിൽ ശ്രീജയേന്ദ്രൻ അതിന് വേറെ രൂപത്തിലും കാണാം. നിങ്ങളോടൊന്നും മറുപടി പറയേണ്ടതില്ല എന്ന രൂപത്തിലും കാണാം. ഇപ്പൊ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങൾക്ക് സ്വയം എടുത്തണിയാൻ വേണ്ടിയിട്ടല്ലല്ലോ, അത് ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്, ജനങ്ങളിലേക്കാണ് അത് എത്തുന്നത്. മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ഈ നേതാക്കളൊക്കെ മറുപടി നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നമ്മൾ ആവർത്തിച്ച് കേട്ട ഒരു കാര്യമാണല്ലോ ഈ മുതലാളിത്ത മാധ്യമങ്ങളുടെ പ്രചാരവേല.
ഈ പ്രചാരവേല എന്ന് ആവർത്തിച്ച് ഈ പ്രചാരവേലയിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നു. എന്നിട്ട് നേതാക്കൾ തന്നെ പറയുകയാണ് പരാജയ കാരണങ്ങളായി തളിപ്പറമ്പിൽ അബദ്ധം പറ്റി, പയ്യന്നൂർ അബദ്ധം പറ്റി, വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച് കുഴപ്പമായി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ അന്ന് മാധ്യമങ്ങൾ പറഞ്ഞത്. അപ്പോൾ അന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ അത് മുതലാളിത്ത പ്രചാരകർ എന്ന് പറയുന്നു. ഈ പ്രചാരണങ്ങൾ ആണ് വിജയിച്ചതെന്നാണോ അങ്ങ് മനസ്സിലാക്കേണ്ടത്? അത് പിഴവായിപ്പോയി എന്ന് പിന്നീട് പാർട്ടി നേതാക്കൾ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങ് പറയുന്നതും അതിന് തുടർച്ചയാണ്. അതെ അതെ അതെ, അത് തുടർച്ചയായിട്ട് തന്നെ കൂട്ടിക്കോളൂ. അതിലൊന്നും ഞാൻ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്നെ എങ്ങനെ ടാഗ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം കാര്യമാണ്. ഇപ്പോൾ പിന്നെ എം ജയചന്ദ്രൻ ഇടനിരീക്ഷകനെ താഴെ ടാഗ് ചെയ്തിട്ടുണ്ട്. ഇത് എന്നോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അപേക്ഷ എഴുതി തന്നിട്ടോ അല്ലല്ലോ. നിങ്ങൾ തീരുമാനിച്ചു ടാഗ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന്, അങ്ങനെ ടാഗ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് തർക്കമൊന്നുമില്ലല്ലോ, തർക്കിക്കാൻ മരുന്നുമില്ലല്ലോ. അതാണല്ലോ അതിനകത്തെ പ്രശ്നം. എന്താ തർക്കമുണ്ടെങ്കിലല്ലേ മാറ്റണ്ടോ? തർക്കമില്ലല്ലോ, അങ്ങനെ അംഗീകരിക്കുന്നല്ലോ. എന്താ അത്ര കുഴപ്പമുള്ള കാര്യമില്ലല്ലോ. ഇല്ലെന്നേ, അല്ല ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ടാഗ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ല എന്നുള്ളതെങ്കിലും താങ്കൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും അമ്പലപ്പുഴയിലെയും ഒക്കെ പ്രശ്നത്തിൽ അവിടെ ഉണ്ടായ പിന്നെ CPM-നുണ്ടായ കനത്ത തോൽവിയിൽ, ആ തോൽവിയുടെ അവിടെ മാത്രമല്ല, ഇപ്പം അമ്പലപ്പുഴയിൽ, ആലപ്പുഴയിലെ കാര്യം പറഞ്ഞാൽ അമ്പലപ്പുഴയിൽ സുധാകരൻ്റെ വിജയത്തിൻ്റെ ആ ഒരു സുധാകരൻ UDF പിന്തുണയുള്ള സ്വതന്ത്രനായി മത്സരിച്ചു എന്നുള്ളത് മറ്റ് മണ്ഡലങ്ങളിലേക്ക് ആ സ്വാധീനം, സുധാകരൻ്റെ സ്വാധീനമല്ല, അദ്ദേഹം ഉന്നയിച്ചിരുന്ന ആ പല വിഷയങ്ങളുടെ സ്വാധീനം ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫിൽട്രേഷൻ വന്നിട്ടുണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ. അത് തന്നെ ഇപ്പോൾ പിന്നെ ഒരു കാരണവശാലും കോൺഗ്രസിന് ജയിക്കാൻ കഴിയാത്ത ഒരു ഉറച്ച സീറ്റായിട്ട് കാണുന്ന സ്ഥലമാണ് തൃക്കരിപ്പൂർ. ഇന്നും എങ്ങനെയാണ് അവിടെ നമുക്ക് വ്യക്തമായിട്ടറിയാം. പയ്യന്നൂരെ സ്വാധീനമാണ് അങ്ങോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കുന്നത്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുതന്നെ TK ഗോവിന്ദൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലേക്ക് ആ ഇൻഫിൽട്രേഷൻ വന്നിട്ടുണ്ട്, ജനങ്ങളിലേക്കുള്ള സ്വാധീനം. അപ്പോൾ അവിടെ തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള പിന്നെ അദ്ദേഹം പറയുന്നത്, ഗോവിന്ദമാഷ് പറയുന്നത്, അത് തൊഴിലാളി വർഗം എന്നുള്ള നിലയിലല്ല, തൊഴിലാളി വർഗ പാർട്ടി എന്നുള്ള നിലയിലാണ്. അവർക്ക് പറ്റിയ തെറ്റുകളുടെ ആഴം അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തിരുത്താം, തിരിച്ചുവരവില്ല എന്ന് ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. അതിരിക്കട്ടെ, ഈ പാർലമെന്ററി പാതയിലെ തിരിച്ചുവരവും പാർലമെന്റേതര പാതയിലെ തിരിച്ചുവരവും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ വാസ്തവത്തിൽ തന്നെ. പിന്നെ അത് മറ്റൊരു വിഷയമാണ്, മറ്റൊരു ചർച്ചാ വിഷയവുമാണ്. അപ്പോൾ ഇവിടെ പിന്നെ CPM-നെ സംബന്ധിച്ചോളം അവരിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് തങ്ങൾക്ക് പറ്റിയിട്ടുള്ള വീഴ്ച പ്രധാനമായിട്ടും സംഘടനാപരമായിട്ടാണ്. രാഷ്ട്രീയമായ വീഴ്ച രണ്ടാമത്തേതാണ്. സംഘടനാപരമായ വീഴ്ച വളരെ ആഴത്തിലുള്ളതാണ്. അതിൽ പിന്നെ അംഗങ്ങളായിട്ടുള്ള സഖാക്കളുടെ മൊറൈലിൻ്റെ പ്രശ്നവുമുണ്ട്, മൊറാലിറ്റിയുടെ പ്രശ്നവുമുണ്ട്. അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ സുധാകരൻ പറഞ്ഞത് പിന്നെ പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റിയാണെങ്കിൽ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് നെപ്പോട്ടിസത്തിനെ പറ്റിയാണ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസും നെപ്പോട്ടിസവും രണ്ട് തരത്തിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. സാധാരണഗതിയിൽ അങ്ങനെ സ്വാധീനിക്കുമെന്നോ LDF തോൽക്കുമെന്നോ വാസ്തവത്തിൽ കരുതിയിരുന്നില്ല. അതങ്ങനെ കരുതാതിരിക്കാൻ കാരണം ഇവരുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ അസ്വാഭാവികമാണെന്നും അത് ജനങ്ങളും അസ്വാഭാവികമായിട്ട് കാണുമെന്നുമാണ് CPM നേതൃത്വം വിചാരിച്ചിരുന്നത്. പക്ഷെ ജനങ്ങളത് ഏറ്റെടുത്തത് വളരെ സ്വാഭാവികമായൊരു വിമർശനമായിട്ടാണ്, അസ്വാഭാവികമായിട്ടല്ല. അപ്പം അതടക്കമുള്ള കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്, തിരുത്തപ്പെടുകയും വേണം. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പിണറായി വിജയന് വേണ്ടി ഒരു വൈറ്റ് വാഷ് ചെയ്തിട്ട് പോവുക എന്നുള്ള നിലയിൽ കാണുന്ന കാര്യമല്ല അത്. അങ്ങനെ പ്രശ്നവുമല്ല അവിടെ നിൽക്കുന്നത്. അങ്ങനെ അതിജീവിക്കാൻ കഴിയില്ല, അതെല്ലാവർക്കും അറിയാം. അത് പിണറായി വിജയനും അറിയാം, MV ഗോവിന്ദനും അറിയാം, MA ബേബിക്കും അറിയാം, ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി, ഇപ്പം ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് പറയാം, ജില്ലാ സെക്രട്ടറി ആർ നാസറിനും അറിയാം, എല്ലാ ജില്ലയിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പം ആ തരത്തിലുള്ള ഇപ്പോൾ ആദ്യം നടന്നിട്ടുള്ളത് ഒരു ഫസ്റ്റ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ടിലാണ് കുറെ കൂടെ ഡീപ്പറായിട്ടുള്ള ഒരു പരിശോധനയും വരിക. അതിനുശേഷമാവും തിരുത്തലിൻ്റെ നാനാ വശങ്ങൾ
എങ്ങനെയാണെന്നുള്ളത് നമുക്കും അത് മനസ്സിലാവും. ശരി, എത്തും. പക്ഷെ നമ്മൾ പുറത്തേക്ക് ചർച്ച നടത്തുന്ന ചെയ്യുമല്ലോ. പ്രതികരണങ്ങളാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയുക. വരികയും അകത്ത് ചെയ്യും. നടക്കുന്ന അതെ, ചർച്ചയിൽ നമുക്ക് അറിയാനൊക്കെ കഴിയുന്നുണ്ട്. ശ്രീയേന്ദ്രൻ, അങ്ങേക്കും അറിയാം. അപ്പോൾ എത്രത്തോളം അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഞാൻ തിരിച്ചെത്താം ശ്രീ എൻ വി ബാലകൃഷ്ണനിലേക്ക് ഇടവേളയ്ക്ക്. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഇപ്പോൾ ശ്രീയേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിലെ കുഴപ്പങ്ങളാണ്. കോൺഗ്രസ് ഒരു ഉത്തമ മാതൃകയാണെന്ന് നമ്മളാരും കരുതുന്നില്ല. UPA പിന്നീട് തിരിച്ചു വരാനാകാത്ത വിധം എങ്ങനെയാണ് തകർന്നടിഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ CPM-ന്റെ പരാജയം, CPM അതിൽ എത്രത്തോളം തിരുത്തൽ വരുത്തുന്നു എന്നുള്ള പരിശോധന നടത്തുമ്പോൾ അത് ഇപ്പോൾ പറഞ്ഞുകൂടാ എന്ന മട്ടിലുള്ള വിമർശനങ്ങളെ അങ്ങ് എങ്ങനെ കാണുന്നു? നേതാക്കൾ ഇനിയും കുറച്ചു കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത ശേഷമാണ് അതിന്റെ ആഴത്തിലേക്ക് കടക്കുക എന്നാണ് ശ്രീ ജയേന്ദ്രൻ പറയുന്നത്. പക്ഷേ പുറത്തേക്ക് വരുന്ന പ്രതികരണങ്ങൾ പ്രധാനമാണല്ലോ. സ്മൃതി, ഞാനിപ്പോൾ നിങ്ങളുടെ ടാഗ് ലൈൻ നോക്കുമായിരുന്നു. അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാണ് വർഗവഞ്ചകർ, പാർട്ടി സെക്രട്ടറി പരാജയമാണോ, തെറ്റുതിരുത്തൽ എങ്ങനെയാണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്മൃതി ഈ ഡിബേറ്റിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചത്. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് നടക്കുന്ന ചർച്ച അതായിരിക്കും. അതിനർത്ഥം ലോകത്ത് വേറൊരു കാര്യവും ചർച്ച ചെയ്യാനില്ല എന്നല്ല. ഇനി പിന്നെ VD സതീശനെ കുറിച്ച്, പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനാണ് സ്മൃതി ക്ഷണിക്കുന്നതെങ്കിൽ ഒരു സംശയമില്ല, നമുക്ക് അതിനോടൊക്കെ അഭിപ്രായമുണ്ട്, നമ്മളത് പറയുകയും ചെയ്യും. പക്ഷേ ഞങ്ങളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചക്കടയിൽ കഴിഞ്ഞ 2 ദിവസമായി CPM സൃഷ്ടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയാണ്. അത് നമ്മൾ മറന്നു പോരുത്. CPM-ന്റെ പിണറായി വിജയനാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞതാണ്, അതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല എന്നുള്ള രൂപത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ MV ജയരാജനെ തിരുത്തുന്നത് MV ഗോവിന്ദനാണ്. അപ്പോൾ ഈ പറയുന്ന രൂപത്തിൽ CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചർച്ചയോട് കേരളം പ്രതികരിക്കുകയാണ്. സ്വാഭാവികമായും ആ വിഷയമാണ് ചർച്ച ചെയ്യുക. അപ്പം നമ്മുടെ ജയേന്ദ്രൻ സഖാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ പിണറായി ഈ പറയുന്ന VD സതീശൻ ഇടതുപക്ഷമാണോ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണോ എന്ന് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തോട് കൂടുതലൊന്നും പറയാം, പരിതപിക്കില്ലാതെ മാർഗമില്ല. കാരണം വെച്ചാൽ തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനോട് മറുപടി പറയാനോ പ്രതികരിക്കാനോ കഴിയാതാവുമ്പോൾ ഇതല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്, മറ്റൊക്കെ ചർച്ച ചെയ്യുക, അതിന് ശേഷം മതി ഇതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ജയേന്ദ്രൻ സഖാവ് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ കാലത്തേക്കൊന്ന് അങ്ങയുടെ ഓർമ്മകളെ ഒന്ന് തിരിച്ചു വിട്ടാൽ അന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണ്, ജനത്തിന് ഏതാണ് ബോധ്യപ്പെട്ടത് എന്നതിൻ്റെ നമ്മുടെ മുമ്പിൽ അനുഭവം ഉണ്ടല്ലോ. എന്നിട്ടും താങ്കൾക്ക് ബോധ്യപ്പെടുന്നില്ല, വീണ്ടും ഇത് തന്നെ ഈ പഴയ വല്ലവി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നില ഓരോ ദിവസം കഴിയും തോറും കുഴപ്പത്തിലോട്ട് പോകുന്നതിനോട്ട് അപ്പുറത്ത് വേറൊന്നും സംഭവിക്കാനില്ല. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത്, ഞാനെന്തോ ഒരു ശാപവാക്ക് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യൗവനവും കൗമാരവും ഒക്കെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച് സഹിക്കാവുന്നതിലപ്പുറം മർദ്ദനം സഹിച്ച് ജയിലിൽ കിടന്ന് അങ്ങനെയൊക്കെ ഈ പാർട്ടി ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഉയർന്നു വരുന്നത്, അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം നടക്കുന്നതൊക്കെ സ്വപ്നം കണ്ട് ജീവിതമാകെ ഉപേക്ഷിച്ച് ഇതിൻ്റെ ഭാഗമായി നിന്നവരാണ്. അല്ലാതെ ഞങ്ങൾ വെറുതെ വന്ന് വർത്തമാനം പറയുന്നതല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരില്ല എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങ് ആലോചിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരേണ്ടത് എങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയ ലോകത്തെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കി ജനാധിപത്യ മൂല്യങ്ങളിൽ അധികരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറി തങ്ങളുടെ പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുവാണെങ്കിൽ തീർച്ചയായും അത് തിരിച്ചു വരും. പക്ഷേ അതിന് തയ്യാറല്ലെന്ന് മാത്രമല്ല, കടുത്ത വാശിയോടുകൂടി ഈ പഴയ നിലപാടുകൾ തന്നെ, ഈ ജനാധിപത്യ വിരുദ്ധമായ ജനവിരുദ്ധമായ നുണകൾ മാത്രം പറയുന്ന ഒരു രാഷ്ട്രീയവുമായിട്ട് തങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും എന്ന് കരുതിയാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചരിത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്, ചരിത്രത്തിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ നാശകാലത്ത് ആ നാശത്തിന് കാരണമാവുന്ന രൂപത്തിലുള്ള ആളുകളാണ് അതിന്റെ നേതൃത്വത്തിലും അവർക്ക് വേണ്ടി ചർച്ച ചെയ്യാനും ഒക്കെ വരിക എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിനെക്കുറിച്ച് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ശ്രീ എ സജീവനിലേക്ക് ഞാൻ വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എ സജീവൻ, ഇപ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ പാർട്ടിയിൽ ഒരു എതിർച്ചേരി രൂപപ്പെടുന്നു എന്നുള്ള വാർത്തകളുണ്ട്. അതിൽ MA ബേബിയുടെ അനുഗ്രഹവുമുണ്ട് ഈ നേതാക്കൾക്ക് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അങ്ങയുടെ മനസ്സിലാക്കലിൽ അങ്ങനെ ഒരു തിരുത്തലിനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ CPM-ന്റെ തെരഞ്ഞെടുപ്പ് പരാജയ അവലോകന റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി വെച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ നേതാക്കൾക്കെതിരെ വലിയ വിമർശനങ്ങളില്ല. അപ്പോൾ അതിനെ പൂർണ്ണമായും പൊളിറ്റ് ബ്യൂറോ അംഗീകരിച്ചിട്ടില്ല എന്നുള്ള സൂചനകളുണ്ട്. ഇനി കേന്ദ്ര കമ്മിറ്റി ചേരുമ്പോൾ ഒരു തിരുത്തൽ രേഖ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി കടുത്ത വാചകങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അങ്ങയുടെ മനസ്സിലാക്കൽ എന്താണ്? അങ്ങനെ വരുമ്പോൾ ഒരു തിരുത്തൽ രേഖ
പൂർണ്ണാർത്ഥത്തിൽ ആ പരാജയം സംസ്ഥാന കമ്മിറ്റി- അവലോകനം ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ. അല്ല, സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടും പാർട്ടി തലത്തിൽ, അതായത് ലോക്കൽ കമ്മിറ്റി മുതൽ മുകളിലേക്കുള്ള തലത്തിൽ നടന്ന ചർച്ചകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തികച്ചും വൈരുദ്ധ്യമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു തരത്തിലും ആ ചർച്ചയുടെ ഒരു വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ക്രക്സ് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടെല്ലാം ഉണ്ടായിട്ട് അതൊരു വെള്ളപൂശലിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോട് പാർട്ടി പ്രവർത്തകരുടെയും ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ പല നേതാക്കന്മാരുടെയും നിലപാടെന്ന് പറയുന്നത് ഇത് ശരിയല്ല, തിരുത്തൽ ആവശ്യമാണ്. ആ തിരുത്തൽ നമ്മൾ പുറത്തുള്ള ആളുകളെ വർഗവഞ്ചകനെന്നോ ചതിയനെന്നോ പറഞ്ഞുകൊണ്ട് ആയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ചർച്ചയ്ക്ക് പരിഹാരമുണ്ടായില്ല എങ്കിൽ പാർട്ടി വീണ്ടും കുഴപ്പത്തിലേക്ക് പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ പാർട്ടി നന്നായി വരണമെങ്കിൽ ശരിയായ രൂപത്തിലുള്ള തിരുത്തൽ ഉണ്ടായേ തീരൂ. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം തിരുത്താൻ. ഇവിടെ നമുക്ക് 2 പേരുടെ പ്രതികരണങ്ങൾ തന്നെ അതിൽ വളരെ വ്യക്തമാണല്ലോ. ഇവിടെ ഈ ഇപ്പോഴത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച 2 പേരാണ്. ഒന്ന് ജയരാജൻ, രണ്ടാമത്തേത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഇതിൽ നോക്കും, ജയരാജൻ്റെ പ്രതികരണം പാർട്ടിക്ക് തെറ്റ് പറ്റിയെന്ന രീതിയിലല്ലല്ലോ. തെറ്റ് പറ്റിയില്ല, ടി കെ ഗോവിന്ദനും കുഞ്ഞുകൃഷ്ണനും മറ്റും തിരിച്ചു വരണം എന്ന രീതിയിലാണ്. തിരിച്ചു വരാം, തിരുത്തിയാൽ തിരിച്ചു വരാം. അതെ, തിരുത്തണമെന്ന് പറയാം. അതെ, അല്ല, തിരുത്തി വരണമെന്ന് പറയുമ്പോൾ പോലും എടുത്തുള്ള നിലപാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെ കുറ്റപ്പെടുത്തുകയില്ല. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് വന്നാൽ സ്വീകരിക്കുന്ന പാർട്ടിയാണ്. അവരെ കൂടി ഉൾക്കൊള്ളുമെന്ന് പറയുന്ന ഒരു നിലപാട് ഉണ്ട് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പോലും. ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അതിനെ പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന രൂപത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ പ്രശ്നം ഈ 3 പേരല്ലല്ലോ. പാർട്ടിയുടെ പരാജയത്തിന് കാരണം ഈ 3 പേര് ആണ് എങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അതല്ല എന്ന് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷ അംഗങ്ങൾക്കും അറിയാം. പാർട്ടിയുടെ ലോക്കൽ തലം മുതൽ നടന്ന ചർച്ചകളിൽ മുഴുവൻ ഈ കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും പാർട്ടി റിപ്പോർട്ട് നമുക്ക് നോക്കേണ്ട കാര്യം, പാർട്ടി റിപ്പോർട്ട് പിന്നീട് ഉണ്ടാക്കി വെച്ച സംഭവമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കെ ആ വിഷയം തെറ്റ് തിരുത്തൽ നടത്തേണ്ടത് പാർട്ടിക്കകത്താണ്, പാർട്ടി നേതൃത്വത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഈ ആളുകളെ മുഴുവൻ വർഗവഞ്ചകരാക്കി ചിത്രീകരിച്ച് വിഷയം മാറ്റിയെടുക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഈ വിഷയം മുഴുവൻ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോലും ഇത് ഒരു നേതാവ് എങ്ങനെ ഇപ്പോൾ പ്രതികരിച്ചുകൂടാ, പ്രത്യേകിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടി എന്താണ് അങ്ങേയറ്റത്തിൽ ചളിക്കുണ്ടിൽ നിൽക്കുന്നൊരു ഘട്ടത്തിൽ അവിടെ നിന്ന് കരകയറാനുള്ള മാർഗം എന്ന് പറയുന്നത് പുറത്ത് നിൽക്കുന്ന ആളുകളെ കുറ്റം പറയലല്ല, ഇവിടെ നിന്ന് കരകയറേണ്ട രീതിയാണ് നോക്കേണ്ടത്. അവിടെയാണ് ഞാൻ ഈ എം വി ജയരാജൻ പറഞ്ഞ പൂർണ്ണമായിട്ട് ശരിയാണ്, തെറ്റ് ഇവരുടെ ഭാഗത്താണെന്നുള്ളതല്ല. പക്ഷേ അവിടെ പോലും അവരെ കൂടി ചേർത്ത് നിർത്താൻ, അവർ വന്നാൽ ഞങ്ങൾ ചേർക്കുമെന്ന രീതിയിൽ പാർട്ടിയെ കുറ്റപ്പെടുത്താതെ പറയാനുള്ള ഒരു ആർജവമെങ്കിലും ജയരാജൻ്റെ ഭാഗത്തുണ്ട്. അത് വന്ന ഉടൻ തന്നെ അതിഭീകരമായ രൂപത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം ഉണ്ടായത്. അങ്ങനെ പോയാൽ കുറേ പേര് നമ്മൾ നോക്കുക, എം വി രാഘവൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് കരുത്ത് നോക്കിയിട്ടുള്ള ആളുകളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ പാർട്ടി ഇങ്ങനെ വൻമരം പോലെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എക്കാലത്തും ഇതേപോലെ തന്നെ പാർട്ടി നിലനിൽക്കും, പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റും എന്ന രീതിയൊക്കെ മാറിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ മാറി നിൽക്കുന്നതൊക്കെ കാര്യമാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണ്ട തിരുത്തലുകൾ വരുത്തിയാൽ ഈ പാർട്ടിക്ക് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അവിടേക്ക് പോകുമോ എന്നുള്ളതാണ്. എന്തായാലും അവിടേക്ക് പോകണമെങ്കിൽ ഈ രീതിയിലുള്ള പ്രതികരണം, എം വി ഗോവിന്ദൻ നടത്തിയിട്ടുള്ള രീതിയിലുള്ള പ്രതികരണം, അതായത് വളരെ ഉയർത്തിയിട്ട് ഇവരെ പറയുന്നു സംഭവിച്ച കാര്യങ്ങൾ, പാർട്ടിയുടെ പരാജയത്തിന് കാരണം എന്താണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ 3 പേരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പാർട്ടി ഇനി മുന്നോട്ടേക്ക് താഴ്ച വളരുമെന്നാണ് ചിന്തയെങ്കിൽ അത് മൗഢ്യമാണ് എന്നാണ് പറയാനുള്ളത്. ശരി, ശ്രീ പ്രമോദ് പുഴങ്കര, അതാണ് നേതൃത്വത്തെ മാറ്റിയത് കൊണ്ട് ഈ പാർട്ടി പൂർണ്ണമായും തിരുത്തലിലേക്ക് കടക്കുമോ, അങ്ങനെ കരുതാൻ പറ്റുമോ? ഇപ്പോൾ 1-2 നേതാക്കളുടെ പേര് പറഞ്ഞു, മുതിർന്ന നേതാക്കൾ പിണറായി വിജയനും എം വി ഗോവിന്ദനും, അവരാണ് ഈ പരാജയ കാരണമെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനുമാണ് ശരി എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളും അതിന് താഴെയുള്ള നേതാക്കളുടെ ഭാഗത്ത് നടക്കം കണ്ടിട്ടുണ്ട്. പയ്യന്നൂരിൽ ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ കള്ളൻ എന്ന് വിളിച്ചത് ആരാണ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ അവർ കൂടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഉത്തരവാദികൾ. അപ്പോൾ എന്ത് തിരുത്തലാണ് നടത്താൻ പോകുന്നത്? അതെ, ഒരു 2 നേതാക്കളിലോ അല്ലെങ്കിൽ 2-3 നേതാക്കളിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള കാരണങ്ങളല്ല
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപരമായ ഇവിടുത്തെ പരാജയങ്ങളിലേക്ക് കാണുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയവുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി കാണേണ്ട കാര്യം പോലുമല്ല. ഇത് വളരെ പതിറ്റാണ്ടുകൾ നീണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള രൂപപ്പെടലുകളിലും അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചകളുടെയും വലിയ പ്രതിസന്ധികളുടെയും ഒക്കെ ഏറ്റവും ഒടുവിലത്തെ രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ പൂർണ്ണമായും പിണറായി വിജയൻ, എം.വി. ഗോവിന്ദൻ എന്നുള്ള തരത്തിലേക്ക് കാണേണ്ടതില്ല. പക്ഷേ വ്യക്തിപരമായി അത്തരം ആളുകൾ അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്, വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്തരം വീഴ്ചകൾക്ക്, അത്തരം പ്രതിസന്ധികൾക്ക് അതിനെ അവസരവാദപരമായ രീതിയിൽ മുതലെടുക്കുന്നതിന് എന്നുള്ളത് അതിൻ്റെ തിരുത്തലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ ഒന്നുകൂടി ഒരു മാർക്സിയൻ വിശകലനത്തിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ സർവാധിപതിയായൊരു നേതാവ്, അഴിമതിക്കാരായിട്ടുള്ള അവസരവാദപരമായ രീതിയിൽ തങ്ങളുടെ വർഗരാഷ്ട്രീയത്തെ കൈയൊഴിയുന്ന ആളുകൾ എങ്ങനെയാണ് നേതൃത്വത്തിലേക്ക് എത്തുന്നത്? അത്തരം ഒരു നേതൃത്വത്തെ സാധ്യമാക്കുന്ന രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനവും സംഘടനാ ശരീരവും ജീർണിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള നേതാക്കന്മാരുണ്ടാവുകയും നേതൃത്വം ഉണ്ടാവുകയും ചെയ്യുന്നത്. നേതൃത്വം മാത്രം പ്രശ്നം ഉണ്ടാവുകയും അതിന് താഴെയുള്ളവരെല്ലാം നിരന്തരമായി അതുമായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഒരു സംവിധാനമല്ല ഇതിനുള്ളുള്ളത്. എന്താണോ നേതൃത്വം പ്രതിനിധാനം ചെയ്യുന്നത്, നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്, സാമാന്യമായി അതിനോട് പൊരുത്തപ്പെടുകയും അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയും അത്തരത്തിലുള്ള അവസരവാദപരമായ രാഷ്ട്രീയ നിലപാടുകളെയും ആന്തരികവൽക്കരിച്ചൊരു സംഘടനാ സംവിധാനമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെയോ എം.വി. ഗോവിന്ദനെയോ മാറ്റുക എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് ശരിയായി വരില്ല. ഇത് ശരിയായി വരണമെങ്കിൽ ഒരു ജനാധിപത്യ പൗരസമൂഹത്തെയും ഒരു ജനാധിപത്യ സംവിധാനത്തെയും മാനിക്കുന്ന രീതിയിലുള്ള തുറന്ന ചർച്ചകൾക്ക് ഈ പാർട്ടി തയ്യാറാവണം. ഇതിൻ്റെ ഘടനയെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് അത് തയ്യാറാകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ഇതിൻ്റെ പ്രതികരണങ്ങൾ നോക്കൂ. മുഖ്യമന്ത്രിയെ ഇരട്ട പേരിട്ട് വിളിക്കുക, നിയമസഭയിൽ എന്തോ ആരോടോ പറഞ്ഞത് കേട്ടു, മൈക്രോഫോൺ കേട്ടു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ ചർച്ചയാക്കുക. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ആളുകളെ മാറ്റുക. സതീശൻ ഇപ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് അല്ല എന്നൊക്കെയാണ് ഇവിടെ കേട്ട പരാതി. നെഹ്റു തന്നെ സോഷ്യലിസ്റ്റ് അല്ല എന്നാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശകലനം ഉണ്ടായിരുന്നത്. 55 ആവടി സോഷ്യലിസത്തിൻ്റെ പേരിൽ നെഹ്റുവിനെ വളരെ കൃത്യമായിട്ട് തന്നെ, ഞാനതിനെ കൃത്യമായിട്ട് തന്നെയുള്ളൊരു വിമർശനം എന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ക്രിട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് അല്ല സതീശൻ എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് പാർട്ടി 1990 ലിബറലിസവും ഗ്ലോബലൈസേഷനും ഒക്കെ അംഗീകരിച്ച് അതിന് തുടക്കം കുറിച്ചൊരു പാർട്ടിയാണ്. അതാണ് നമ്മുടെ വികസനത്തിലേക്കുള്ള അവസാന ബസ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് കയറണം എന്ന് പറഞ്ഞതാണ് CPIM ബംഗാളിൽ. അവിടുത്തെ CPM-ന്റെ മുഖ്യമന്ത്രിയും PB മെമ്പറുമാണ് പറഞ്ഞത് ദിസ് ഈസ് ദ ലാസ്റ്റ് ബസ് ഫോർ അസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇക്കാര്യത്തിലൊന്നും അവർക്ക് തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ ഇത്തരം തട്ടിപ്പുകളെയും ഇത്തരം അവസരവാദ രാഷ്ട്രീയത്തെയും മാറ്റി നിർത്തുകയും പൗരസമൂഹവുമായിട്ടും ഒരു ജനാധിപത്യ സമൂഹവുമായിട്ടും പാർട്ടിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വേണം. പകരം ഇവർ ചർച്ച ചെയ്യുന്നത് ഇവർ പൗരപ്രമുഖരെയും തങ്ങളുടെ പാർട്ടിക്കുള്ളിലെ കമ്മിറ്റികളെയും മാത്രമാണ് ഇവർ ഈ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടിയുള്ള ആളുകളായിട്ട് കാണുന്നത്. മറിച്ച് തങ്ങളൊരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ വീഴ്ചകളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് തുറന്ന ചർച്ചകൾക്കാണ് ഇടയാവേണ്ടത്. അതുകൊണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ സ്മൃതി പറഞ്ഞ ആ ഒരു ഇൻസ്റ്റൻസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് കണക്ക് ചോദിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ചും അതിലുണ്ടായ തട്ടിപ്പിനെക്കുറിച്ചുമുള്ള കണക്ക് ചോദിക്കുമ്പോൾ CPIM-ന്റെ ഒരു പുത്തൻ റിക്രൂട്ടായ സെക്രട്ടേറിയറ്റ് മെമ്പർ ചോദിച്ചു, ഒരു കള്ളൻ ചോദിച്ചാൽ കൊടുക്കാനുള്ളതല്ല കണക്കെന്നാണ്. കണക്ക് ചോദിക്കേണ്ട കള്ളന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് പോലും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. കള്ളന്മാർ ആര് ചോദിച്ചാലാണ് കണക്ക് കൊടുക്കേണ്ടത്, അത് അങ്ങനെയും ഇങ്ങനെയോ എന്നുള്ളവർ ചോദിച്ചാൽ കൊടുക്കേണ്ടതല്ല എന്നാണ് പറയുന്നത്. ജനാധിപത്യ സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയമായ ഉത്തരങ്ങൾ പറയാനുള്ള ബാധ്യത തങ്ങൾക്കുണ്ട് എന്ന് CPM തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അത് തിരുത്തലിനുള്ള ആദ്യ പടി മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു ബോധ്യത്തിൽ നിന്ന് തിരുത്തൽ തുടങ്ങുമെന്ന പ്രതീക്ഷ നമുക്ക് വയ്ക്കാം. ആ പ്രതീക്ഷയോടെ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ NV ബാലകൃഷ്ണൻ, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ S സജീവൻ, ശ്രീ പ്രമോദ് പുഴങ്കര ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം ഇത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.